വെൽക്കം ബാക്ക് ടു അപ്പൊ ഗൈസ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഈ കാണുന്ന ഐലൻഡ് കേട്ടോ ഗൈസ് അതിന്റെ മുകളിലാണ് നമ്മൾ സ്പോൺ ആയത്. അപ്പൊ അവിടെ നമ്മൾ ഒരു ഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ ഐലൻഡിലോട്ടാണ് കയറാനുള്ളത്. കാരണം നമ്മുടെ റിസോഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കയറി കുറച്ച് ലൂട്ടൊക്കെ എടുത്തേ പറ്റൂ. അപ്പൊ നമ്മുടെ ഷിപ്പ് ഞാൻ എന്തായാലും മുകളിലായിട്ടാണ് പാർക്ക് ചെയ്യാൻ പോണത്. കാരണം ഗൈസ് നമുക്ക് നമ്മുടെ ഷിപ്പിക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ കോമ്പസ് വെച്ചിട്ട് നമുക്ക് കണ്ടോ ഗൈസ് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിപ്പ് മുകളിൽ കിടന്നാലും വലിയ സീനില്ല കേട്ടോ ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും താഴോട്ട് പോട്ടെ, ലേറ്റ്സ് ഗോ. പിന്നെ ഗൈസ് ഇതിൽ ഫാൾ ഡാമേജ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചാടി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഒക്കെ പോട്ടെ ഗൈസ്. ഗൈസ് അവിടെ സ്കെൽട്ടൻ നിൽക്കുന്നുണ്ട് കണ്ടോ. പക്ഷെ അവന്റെ അടുത്തേക്ക് നമുക്ക് പോവാണെങ്കിൽ ഗൈസ് നമ്മൾ എന്തായാലും ഡെഡ് ആവുന്ന എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ പൈപ്പ് ഉള്ള ഗൈസ് ഇത് ഇപ്പൊ പൊട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഗൈസ് അവന്റെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനുള്ള ഗൈസ് വേഗം നമ്മുടെ ഷിപ്പിക്ക് ഒന്ന് ടെലിപ്പോർട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഇവൻ ഇപ്പൊ നമ്മൾ കൊല്ലുന്ന എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഷിപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നമ്മുടെ ഈ വെപ്പൺ നമുക്കൊന്ന് റിപ്പയർ ചെയ്യണം. അപ്പൊ റിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു വർക്ക് ബെഞ്ച് പോലത്തെ സാധനം ഉണ്ടായില്ല ഗൈസ്. അത് ഞാൻ ഇതിൽ കയറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ റിപ്പയർ സ്റ്റേഷൻ. ഓക്കെ അത് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഗൈസ് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വെപ്പൺ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ ലെസ്കോ അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ പോണേ. ഗൈസ് നമുക്ക് റിപ്പയർ കിറ്റ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ ലെസ്കോ ഊനു ഗൈസ് അത് നമുക്ക് കോപ്പർ ഇങ്കോട്ട് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോപ്പർ ഇങ്കോട്ട് നമ്മുടെ ഇപ്പോ ഒരെണ്ണം പോലും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് കോപ്പർ ഉണ്ട് പക്ഷെ ഇങ്കോട്ട് ഇല്ല. ഇത് നമുക്ക് കോപ്പർ ആക്കിയ പോലെ ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ് ഇത് നമുക്ക് ഇപ്പൊ തന്നെ കോപ്പർ ആക്കാം. അപ്പൊ അതിന് നമുക്ക് ഫർണസും കൂടി വെക്കണം. അവിടെ ഫർണസ് നമുക്ക് എവിടെ വെക്കാനാണ് ഗൈസ്. ഓക്കെ തൽക്കാലം ഇപ്പൊ ഫർണസ് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും കുറച്ച് കോപ്പർ ഉണ്ടാക്കട്ടെ. കോപ്പർ ഉണ്ടാക്കണേ നമുക്ക് ഇവിടെ ഫയർ കത്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് തീ കത്തിക്കണം. ഓക്കെ ലെസ്കോ ഇനി നമുക്ക് കോപ്പർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ മാക്സിമം നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗൈസ് മാക്സിമം നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരെണ്ണം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് നോക്കി നോക്കട്ടെ ഒരെണ്ണം മതി എന്നുള്ളത്. ഓക്കെ ഒരെണ്ണം മതി. പിന്നെ നമുക്കൊരു പ്ലാങ്ക് ആണ് വേണ്ടത്. ഓക്കെ പ്ലാങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ലോഗ് മതി. ഓക്കെ അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നട്ടെ ഗൈസ്. ഓക്കെ ഇത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലോഗ് വെച്ചിട്ട് നമുക്ക് പ്ലാങ്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അപ്പൊ ഞാനൊരു 3 പ്ലാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് റിപ്പയർ കിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അങ്ങനെ 3 റിപ്പയർ കിറ്റ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നമ്മുടെ മെറ്റൽ പൈപ്പ് അപ്ഗ്രേഡ് ചെയ്യണം. അതേപോലെ തന്നെ വുഡിന്റെ സോഡും കൂടി അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ അത് ഞാൻ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് രണ്ട് നമ്മുടെ കൈക്ക് എടുത്ത് വെക്കട്ടെ. നമുക്ക് എപ്പോഴാണ് യൂസ് വരാന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ ലെസ്കോ അപ്പൊ ഇനി നമുക്ക് ആ സ്കെൽട്ടനെ കൊന്നിട്ട് ഇവിടെ മൊത്തം ഒന്ന് ലൂട്ട് ചെയ്യണം ഗൈസ്. നമുക്ക് കുറെ വുഡ് നമ്മളൊക്കെ ആവശ്യമുണ്ട്. ഈ സ്കെൽട്ടൻ എവിടെയായിരുന്നു? സ്കെൽട്ടൻ അപ്പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഇപ്പോൾ ഞാൻ എടുക്കണ ഷിപ്പ് ഒന്ന് ലൂട്ട് ചെയ്യട്ടെ. ഇവിടെ ഒരു ഡിസ്ട്രോയ് എടുക്കണ എഞ്ചിൻ ഉണ്ട്. അത് നമുക്ക് ആദ്യം പൊളിച്ചേക്കാം. അപ്പൊ അതിന് നമുക്ക് കുറച്ച് സംഭവം കിട്ടും. ഓക്കെ ഗൈസ് അത് ഞാൻ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇങ്ങനത്തെ ബാരൽ കണ്ട ഗൈസ് വുഡൻ ബാരൽ ഇതൊക്കെ നമുക്ക് പൊളിക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് നെയിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലെസ്കോ കണ്ടോ ഗൈസ് നമുക്ക് കോപ്പർ നെയിൽ കിട്ടിയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ പിക്കാക്സിന്റെ പണി ഏകദേശം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വരട്ടെ ഗൈസ്. ഓക്കെ ലെസ്കോ സ്റ്റോൺ പിക്കാക്സ് ഞാൻ അങ്ങനെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മുടെ എല്ലാ സംഭവം സെറ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഹെൽത്ത് മാത്രമാണ് ഗൈസ് ഇത്തിരി സീനായിട്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും സെറ്റ് ആക്കട്ടെ ഗൈസ്. ആദ്യം ഞാൻ ഇവിടുത്തെ സംഭവം മൊത്തം ഒന്ന് എടുക്കട്ടെ. ഓക്കെ ലെസ്കോ ഇവിടുത്തെ സംഭവം മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഈ മെഷ്റൂം സംഭവം ഒക്കെ എടുക്കട്ടെ. കാരണം നമുക്ക് ഫുഡ് ഉണ്ടാക്കണല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തായാലും ആവശ്യം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ കണ്ട ഗൈസ് അവിടെ എന്തോ ഒരു വലിയൊരു കാസൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണട്ടെ ഗൈസ്. അങ്ങോട്ട് പോണേക്കാൾ മുമ്പേ ഇവിടെ എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് മൊത്തം ഞാനൊന്ന് എടുക്കട്ടെ ഗൈസ്. ഓക്കെ സാക്ക് ഓഫ് ഫുഡ്. ഓക്കെ ഇത് നമുക്ക് ഫുഡ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ് അത് നമുക്ക് മീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുക്ക് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അത് ഗൈസ് അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യണം. ഓക്കെ അപ്പൊ ഞാൻ വുഡൻ ബാരൽ എടുക്കട്ടെ. ഇതിന് നമുക്ക് നെയിൽ കിട്ടും. ഓക്കെ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ഞാൻ അങ്ങനെ ലൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നേരിട്ട് കാസിലോട്ട് കയറാം. കാസിലോട്ട് കയറിനേക്കാൾ മുമ്പ് ഗൈസ് നമുക്ക് കുറച്ച് കോപ്പർ സെറ്റ് ചെയ്യണം. കോപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പറിന്റെ ആക്സ് അതേപോലെ തന്നെ സൂടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇതിൽ കൂടെയാണ് നമുക്ക് കാസിലേക്ക് കയറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ഫുഡ് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സീനായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കിംഗ് ബോട്ട് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാസലിൽ ഉള്ളിൽ കയറാം. അതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കുക്കിംഗ് ബോട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കട്ടെ. ഓക്കെ കുക്കിംഗ് ബോട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇനി ഒരു റോക്കും കൂടി മതി. ഓക്കെ അപ്പൊ ഞാനുള്ള ഗൈസ് കുക്കിംഗ് ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ വെക്കാൻ പോവാണ്. പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് നമുക്ക് കയ്യിലെടുത്ത് വെക്കാലോ ഗൈസ്. ഓക്കെ അപ്പൊ ഞാൻ കുക്കിംഗ് ബോട്ട് ഞാൻ എന്തായാലും ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മുടെ എഗ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഒരു 3 എഗ് ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും 3 എഗ് ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ ഗൈസ് ഇതുവരെ ലൈക്ക് അടിക്കാതെ ആരും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കാം. അതേപോലെ സബ് ചെയ്താരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ് കൂടി ചെയ്തേക്കാം. അപ്പൊ ആരും സബ് ചെയ്ത പോലട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ മീറ്റ് മൊത്തം ആയിട്ടുണ്ട്. അപ്പൊ ഇതുള്ള ഗൈസ് ഇത് ഞാനൊന്ന് എടുത്ത് കഴിക്കട്ടെ. മീറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഒക്കെ പെട്ടെന്ന് കയറുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലെസ്കോ ഊനു ഗൈസ് നമ്മളൊരു സ്കെൽട്ടൻ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് ഒരു സ്കെൽട്ടൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവനെ ഞാനൊന്ന് കൊല്ലട്ടെ ഗൈസ്. ലെസ്കോ അത്രേ ഉള്ളൂ. ഓക്കെ ചവട ലെസ്കോ ഗൈസ് അവനെ ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഹെൽത്ത് കണ്ട ഗൈസ് നമ്മുടെ ഹെൽത്ത് മൊത്തം സീനായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഗൈസ് ഒരു 3 മീറ്റ് അങ്ങോട്ട് കഴിക്കട്ടെ. ലെസ്കോ ഗൈസ് അങ്ങനെ 3 മീറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ഈ കുക്കിംഗ് ബോട്ട് നമുക്ക് എടുക്കാനുണ്ടോ അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ
ഞാൻ എന്തായാലും ഇതൊന്നും എടുക്കട്ടെ. ഓക്കെ, അത് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ഹെൽത്ത് ഇതൊരു 53 കൂടിയിട്ടുള്ളൂ. അപ്പൊ ഞാനുള്ള ഗൈസ് ഒരു 4 മീറ്റ് കൂടി കഴിക്കട്ടെ, എന്നാലാണ് നമ്മുടെ ഹെൽത്ത് ഒക്കെ നന്നായിട്ട് കേറുള്ളൂ. അല്ല ഗൈസ്, ഞാൻ ആ മീറ്റ് മൊത്തം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കാസലിനുള്ളിലോട്ട് കയറാം. ഇതിൽ കൂടെ അല്ല ഗൈസ്, ഫ്രണ്ടിൽ കൂടെയാണ് കയറണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലെസ്കോ, അപ്പൊ ഞാൻ എന്തായാലും ഫ്രണ്ടിൽ കൂടെ ഒന്ന് കയറാൻ പറ്റും നോക്കട്ടെ ഗൈസ്. ഓ ഗൈസ്, ഈ ഡോർ തുറന്നാണ് മറ്റോ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ലൂട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമൊക്കെ ഒന്ന് ലൂട്ട് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു 3 റിപ്പയർ കിറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പെബിൾ പീറ്റർ റെസിപ്പി. ഓക്കെ, ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ലേസ്കോ വന്നിട്ട് നമുക്ക് ഇതൊന്ന് ലേൺ ചെയ്തേക്കാം. ഓക്കെ, അത് ഞാൻ അങ്ങനെ ലേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ നിന്നൊക്കെ നമുക്ക് കുറെ അധികം ലൂട്ട് ചെയ്യാനുണ്ടോ. കണ്ടോ ഗൈസ്, പുതിയ റെസിപ്പികളൊക്കെ. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും എടുത്തിട്ടൊന്ന് വെറുതെ ഒന്ന് പഠിച്ചേക്കാം. ഓക്കെ, ബാരല് ലെസ്കോ, ബാരലിൽ നമുക്ക് മറ്റേ സംഭവം കിട്ടട്ടോ ഗൈസ്. ഏത് നമ്മുടെ കോപ്പർ നെയില്. അപ്പൊ അത് നമുക്ക് എടുത്തേക്കാം. ഓ ഗൈസ്, എന്തോ ഒരു ബോട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും ഇവിടുത്തെ എല്ലാ സംഭവം ഒന്ന് ലൂട്ട് ചെയ്യട്ടെ. ഓക്കെ, നമുക്കൊരു ബിഗ് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ലേസ്കോ, ഇത് റെസിപ്പി ആട്ടോ ഗൈസ്. ഇത് നമുക്ക് ലേൺ ചെയ്യണം. അതൊക്കെ നമുക്ക് എന്തായാലും പിന്നെ ലേൺ ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഓ ഗൈസ്, നമുക്ക് കുറെ അധികം റിപ്പയർ കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും ഭയങ്കര യൂസ് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓൾമോസ്റ്റ് നമ്മളൊക്കെ നമ്മൾ ലൂട്ട് ചെയ്ത് കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താണ് ഗൈസ്, എന്തോ ജാറുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ലെസ്കോ, ഓ ഗൈസ്, വേറെ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. എന്താണത്? ഓ ഗ്ലാസ്. ലെസ്കോ, ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഓ ഗൈസ്, ഇവിടെ എന്തോ ഒരു ശവപ്പെട്ടിണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് പൊളിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ എന്തായാലും ബാരൽ പൊളിക്കട്ടെ. ഇതിൽ നമുക്ക് നെയിലിംഗിലും കിട്ടില്ല ഗൈസ്. ഓക്കെ, നെയിൽ കിട്ടിയിട്ടുണ്ട്. ലെസ്കോ, ഇവിടെ കുറെ ബാരലുകൾ ഉണ്ട്. ഇതും കൂടി ഞാനൊന്ന് പൊളിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടുത്തെ ഓൾമോസ്റ്റ് നമ്മളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇതിന്റെ മുകളിലോട്ട് പോയി നോക്കാം. അല്ല ഗൈസ്, ഇതെന്തോ റിപ്പയർ കിറ്റ്. ഓക്കെ, അവിടെ നമുക്ക് റിപ്പയർ കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓ ഗൈസ്, മുകളിലായിട്ട് ഓ ഗൈസ് ആർച്ചറി. ലെസ്കോ, ഇവ സീനാന്ന് എനിക്ക് തോന്നുന്നത്. ഇവ നമുക്ക് വേഗം തന്നെ കൊല്ലണ്ട ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഒക്കെ അടിച്ചു തീർക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ലെസ്കോ ഗൈസ്, അവനെ ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഓ ഗൈസ്, നമുക്ക് ഇതൊരു ബൂട്ട് കിട്ടിയിട്ടുണ്ട്. ഓ, നമുക്കൊരു ടിൻ റാജഡ് ഫുഡ് വെയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്തേക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗ്ലൗ അതേപോലെ തന്നെ ആർമർ ഹെഡ് ആണ് സെറ്റ് ചെയ്യാനുള്ളത്. എന്തായാലും നമുക്ക് വഴിയെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് മുകളിലോട്ട് കയറി നോക്കാം. ഓ ഗൈസ്, ഇവിടെ ഒരു ആർച്ചറി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ്, അവിടെ ഒരു ആർച്ചറി ഉണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് കയറിയിട്ട് അവനെ ആദ്യം കൊല്ലാട്ടെ ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ സെറ്റ് ആക്കാനായിട്ട്. ഓ ഗൈസ്, കണ്ടു, അവൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവനെ നമുക്ക് വേഗം കൊല്ലണം ഗൈസ്, അല്ലെങ്കിൽ ഇവൻ നമ്മളെ കൊല്ലും. ഓക്കെ ഗൈസ്, അവനെ ഞാൻ കൊന്നിട്ടുണ്ട്. ലെസ്കോ, ഇവന്മാരൊക്കെ കൊല്ലാൻ ഭയങ്കര ഈസി ആണ് ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ അത്ര ഡിഫിക്കൽട്ടി ഒന്നല്ല. ഓ ഗൈസ്, അവിടെ ആയിട്ട് സ്കെൽറ്റൻസ് ഉണ്ട് കണ്ടു. അപ്പൊ നമുക്ക് അങ്ങോട്ട് ലൂട്ട് ചെയ്യണ്ട ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടുത്തെ ബാരലൊക്കെ ഒന്ന് പൊളിച്ചിട്ട് നമ്മുടെ നെയിലൊന്ന് കളക്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടുത്തെ ഓൾമോസ്റ്റ് നമ്മളൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ ആയിട്ടൊരു സ്കെൽട്ടൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു ഗൈസ്, ഒരു സ്കെൽട്ടൺ ഉണ്ട്. അപ്പൊ അവനെ നമുക്കൊന്ന് കൊന്നേക്കാം. ഓ ഗൈസ്, അവന്റെ സോഡ് നോക്കിയേ, എന്തോ സീൻ സോഡെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ്, ഇത് ഇത്തിരി സീനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇവിടെ പോടാ. ഓക്കെ ഗൈസ്, ഓ ഗൈസ്, നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശക്തിയിൽ അടിക്കാൻ പറ്റും. കണ്ടു. ഓ ഗൈസ്, നമുക്ക് സ്റ്റാമിന ഭയങ്കര കുറവാണ് ഗൈസ്. നമ്മുടെ ഹെൽത്ത് ഭയങ്കര കുറവാണ്. ട്രോപ്പിക്കൽ എനർജി ഡ്രിങ്ക്. ഓ, ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാമിന കൂടുന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ്, ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാമിന കൂടും. ഓക്കെ, അപ്പൊ ഞാനുള്ള ഗൈസ് നമ്മളൊരു 3 എഗ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് എടുത്ത് കഴിക്കട്ടെ ഗൈസ്. ലേസ്കോ, നമ്മുടെ ഹെൽത്ത് ഒന്ന് വേഗം തന്നെ കയറട്ടെ. അവിടെ കുറെ അധികം സ്കെൽറ്റൻസ് ഉണ്ട്. അവന്മാരെ മൊത്തം നമുക്ക് ഡിഫീറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒരു ഉണ്ടായില്ല ഗൈസ്. അവൻ എവിടെയാണ്? അവനോട് എവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കണ്ടോ ഗൈസ്, കിട്ടി. ഇവൻ ഇത്തിരി സീനാന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെന്തോ ആർമർ സംഭവമൊക്കെ ഉണ്ട് ഗൈസ്. അതാണ് പ്രശ്നം. ഓക്കെ, അവനെ ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ഓ ഗൈസ്, ഇതിൽ കുറെ സംഭവമുണ്ട്. പക്ഷെ ഇത് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഫ്ലവർ ഒക്കെ ഇവിടെ ഇട്ടിട്ട് ഈ ബ്ലോക്ക് നമുക്ക് എടുത്തേക്കാം. അല്ല ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ലേൺ ചെയ്യട്ടെ. അങ്ങനെയാണ് നമുക്ക് കുറെ സ്ഥലം എക്സ്ട്രാ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ലേൺ ചെയ്യാനുള്ളത്? ഇനി നമുക്കൊന്ന് ലേൺ ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അതല്ല ഗൈസ്, ഇത് മൊത്തം ഒന്ന് ലേൺ ചെയ്യട്ടെ ആദ്യം തന്നെ. ഓക്കെ, ലേസ്കൂ. അപ്പൊ അത് മൊത്തം ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനുള്ള ഗൈസ് ഇവിടുത്തെ ബ്ലോക്ക് മൊത്തം എടുത്തിട്ടുണ്ട്. ലേസ്കൂ, ഈ ഫുഡ് ബാഗ് ഒന്ന് പൊളിച്ചേക്കാം. ഇതിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ഒക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ്, നമുക്ക് ഹണി കിട്ടിയിട്ടുണ്ട്. ഹണി നമുക്ക് ഇപ്പൊ കഴിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും എടുത്ത് കഴിക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. ഓ ഗൈസ്, പറ്റും. കണ്ടു, ഹണി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ ഇത് മൊത്തം ഞാനൊന്ന് കഴിക്കട്ടെ ഗൈസ്. ഓക്കെ, അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബേസിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി, നമ്മുടെ ഷിപ്പിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷിപ്പിലൊക്കെ നല്ല വെളിച്ചം കിട്ടും ഗൈസ്. ചാവട. ഓക്കെ, അവനെ ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഈ സാധനം എന്തായാലും എടുത്തേക്കാം. ഇത് നമ്മുടെ ഷിപ്പിൽ വെക്കുകയാണെങ്കിൽ ഉള്ള ഗൈസ് നമുക്ക് ലൈറ്റ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓ, നമുക്കൊരു ആക്സ് കിട്ടിയിട്ടുണ്ട്. സ്റ്റോൺ ആക്സ്. ഇത് എടുക്കാൻ നമ്മുടെ തീരെ സ്ഥലമില്ല കേട്ടോ ഗൈസ്. നമുക്ക് ഏതാണ് ഗൈസ് ഡ്രോപ്പ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ അത് രണ്ട് ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഗൈസ് ഈ സ്റ്റോൺ ആക്സ് ഒന്ന് എടുത്ത് പിടിച്ചേക്കാം. ഓക്കെ ഗൈസ്, അത് ഞാൻ അങ്ങനെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് ലൂട്ട് അടിക്കാനായിട്ട് വല്ല ചെസ്റ്റ് സംഭവങ്ങളൊന്നും ഇല്ല ഗൈസ്. വേറെ ഒന്നും കാണാനില്ല കേട്ടോ. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ബാരലുകൾ ഉണ്ട്. ഇത് നമുക്ക് എന്തായാലും എടുത്തേക്കാം. ഓക്കെ ഗൈസ്, അവിടുത്തെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഏറ്റവും മുകളിലോട്ട് പോകാം. ഏറ്റവും മുകളിലോട്ട് ഇതിക്കൂടെയാണ് പോകേണ്ടത്. ഓക്കെ, ലെസ്കോ. അങ്ങനെ ഞാൻ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഗൈസ്, ഇവിടെ സോംബീസ് ഉണ്ട്. സോറി, സ്കെൽട്ടൻസ് ഉണ്ട്. നമ്മുടെ ആർച്ചർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ആർച്ചർ അല്ല. ഓക്കെ ഗൈസ്, അവന് നമ്മളങ്ങനെ കൊന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ.
പിന്നെ ഗൈസ് ഇവിടെ ഒന്നും ചെസ്റ്റ് ഒന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് ചെസ്റ്റ് ഇല്ല, പക്ഷെ നമുക്ക് 2 ബാരല് കിട്ടിയിട്ടുണ്ട്. ഒരു ബാരലും അതേപോലെ ഒരു ക്രേറ്റും കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് എടുക്കട്ടെ ഗൈസ്. 12 ആരോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബോയ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ലേറ്റ്സ് ഗോ. അപ്പൊ ഞാനുള്ള ഗൈസ് വേഗം നമ്മുടെ ഷിപ്പിൽ പോയിട്ട് ബോയ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ. അതിന് മുമ്പ് ഗൈസ് നമ്മുടെ ഐലൻഡ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിനുള്ള ഗൈസ് നമുക്ക് കോപ്പർ ഭയങ്കര അധികം ആവശ്യമാണ്. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കോപ്പർ ഒക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നട്ടെ ഗൈസ്. ലേറ്റ്സ് ഗോ. അപ്പൊ ഞാൻ ഈ ഐലൻഡ് ഒന്ന് ചുറ്റൊന്ന് നോക്കട്ടെ. ഇവിടെ കുറെ കാപ്പിബാരകൾ നടക്കുന്നുണ്ട്. ഇവന്മാരെ നമുക്ക് കൊന്നാലോ ഗൈസ്. ഇവന്മാരെ കൊല്ലാണെങ്കിലുള്ള ഗൈസ് നമുക്ക് കുറെ അധികം മീറ്റ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിക്കണം 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 നിക്കണം. നോ 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 നോ. ഇവിടെ നമുക്ക് കൊല്ലാൻ പറ്റും ഗൈസ്. ഇവിടെ നമുക്ക് കൊല്ലാൻ പറ്റും. ഈസി ഈസി. ഓക്കെ ലേറ്റ്സ് ഗോ. ലേറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഒരുത്തന്നെ ഞാൻ വന്നിട്ടുണ്ട്. ഓ ഇവന്റെ നമുക്ക് 3 മീറ്റ് കിട്ടിയിട്ടുണ്ട് ടോട്ടല്. ഓക്കെ ലേറ്റ്സ് ഗോ. അപ്പൊ ഞാൻ ഇവനും കൂടി ഒന്ന് കൊല്ലട്ടെ ഗൈസ്. നിക്കണം 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 നിക്കണം. ഓക്കെ ഗൈസ് അവനും കൂടി ഞാൻ കൊന്നിട്ടുണ്ട്. ഓക്കെ ലേറ്റ്സ് ഗോ. പിന്നെ ഗൈസ് ഇവിടെ ഇട്ട് കോഴിക്കുട്ടന്മാരുണ്ട്. ഇവന്മാരും കൂടി നമുക്ക് കൊന്നേക്കാം. നമുക്കുള്ള ഗൈസ് ഇതിൽ ഫുഡ് ഭയങ്കര ആവശ്യമാണ്. ഓക്കെ ലേറ്റ്സ് ഗോ. അവന് ഞാൻ കൊന്നിട്ടുണ്ട്. പക്ഷെ ഗൈസ് നമുക്ക് ഇതുവരെ കോപ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഒന്നും കൂടി ഒന്ന് തപ്പി നോക്കട്ടെ. നമുക്ക് കിട്ടല്ലോ ഈ ഐലൻഡ് അപ്പുറത്തെ സൈഡിലോട്ട് ഒന്ന് പോയി നോക്കാം. ഗൈസ് ഇതിന്റെ മുകളിലായിട്ട് എന്തോ ഒരു സ്റ്റാച്ചു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് കണ്ടു, എന്തോ ഒരു സ്റ്റാച്ചു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് ഈ ക്യാൻഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ് ആ ക്യാൻഡിൽ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ഷിപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് ഈ ഐലൻഡ് കോപ്പർ എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് കണ്ടു ഇവിടെ ഒരു വീടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറെ ലൂട്ടൊക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കണ്ടു ഒരു അടിപൊളി ഒരു വീട്. ഓക്കെ അപ്പൊ ഞാൻ എടുക്കാൻ പറ്റുന്ന സംഭവങ്ങള് ഒരു സ്കെൽട്ടൻ ഉണ്ട് ഗൈസ്. ഒരു സ്കെൽട്ടൻ ഉണ്ട്, പക്ഷെ അതൊന്നും സീനില്ല ഗൈസ്. അതൊന്നും സീനില്ല. അത്രേ ഉള്ളൂ. ചാവട ചാവട ചാവട. ഓക്കെ ഒറ്റ വിട്ട് കൂടി ഗൈസ്. ഒറ്റ വിട്ട് കൂടി അത്രേ ഉള്ളൂ ഗൈസ്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ബോട്ടിൽ സംഭവമൊക്കെ ഒന്ന് എടുക്കട്ടെ. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഗൈസ് എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് ഒന്നുമില്ല. ഗൈസ് ഒരു ബെഡ്. അപ്പൊ നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഒരു ബെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു ബെഡ് മതി ഗൈസ്. ഗൈസ് അതൊരു പന്നിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ് അവന്റെ അടുത്തേക്ക് നമുക്ക് പോകണ്ട. അവന്റെ അടുത്ത് പോയ സീനാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താണ് ഗൈസ് എന്തൊരു മെഡിസിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് അത് എടുക്കാനുണ്ട് ഗൈസ്. അത് എന്തായാലും യൂസ് ആണ്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഈ വുഡ് ആൻഡ് ഫെൻസ് ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ ലെസ്കോ. അത് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഇത് എടുത്തിട്ടുണ്ട് ഗൈസ്. ലെസ്കോ. നോ വേ ഗൈസ് ഈ ഐലൻഡ് കോപ്പർ എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് വേഗം തന്നെ നമ്മുടെ ഷിപ്പിക്ക് പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ആക്കാം ഗൈസ്. ഓക്കെ ലെസ്കോ. അപ്പൊ ഞാൻ നമ്മുടെ ഷിപ്പിൽ എത്തിയിട്ടുണ്ട്. കണ്ടു ഗൈസ് നമ്മുടെ ഷിപ്പിൽ ഇപ്പൊ തീരെ സ്ഥലമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് നമ്മുടെ ഷിപ്പിൽ ഇപ്പൊ തീരെ സ്ഥലമില്ല. അപ്പൊ ഒരു കാര്യം ഞാൻ പോണ്ട ഗൈസ്. നമ്മുടെ ഷിപ്പ് ഞാനൊന്ന് ആദ്യം തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണേ. ഓക്കെ അപ്പൊ ഇതിൽ ഞാൻ മാക്സിമം സംഭവം കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വുഡൻ ജെറ്റ്സിൽ ഞാൻ മാക്സിമം സംഭവം കയറ്റിയിട്ടുണ്ട്. ഓക്കെ എന്നിട്ട് ഞാൻ ഗൈസ് ആദ്യം തന്നെ ഈ ഫെൻസസ് മൊത്തം ഒന്ന് എടുക്കട്ടെ. എന്നിട്ട് വേണം നമ്മുടെ ഷിപ്പ് ഒന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ് അങ്ങനെ എല്ലാ ഫെൻസും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് കുറച്ച് വുഡൻ ബ്ലോക്ക് ആവശ്യമുണ്ട്. അപ്പൊ വുഡൻ ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ വുഡ് നമ്മൾ ഓൾറെഡി ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ നമ്മുടെ ഒരു 26 വുഡ് ഉണ്ട്. അതേപോലെ 103 പ്ലാങ്ക് ഉണ്ട്. ലേറ്റ്സ് ഗോ. ഓക്കെ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ സംഭവമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ഗൈസ് വുഡ് ആൻഡ് ബ്ലോക്ക്. ഓക്കെ അപ്പൊ ഇത് നമുക്ക് മാക്സിമം 25 ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ 25 ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പോരാ ഗൈസ്. അത് പോരാ നമുക്ക് ഇനിയും വേണം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ ഷിപ്പിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ലേറ്റ്സ് ഗോ. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് നമ്മുടെ സ്റ്റീറിംഗ് സംഭവമൊക്കെ വെച്ചേക്കാം. സ്റ്റീറിംഗ് എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് ബാക്കിയുള്ള സംഭവമൊക്കെ ഒന്ന് വെച്ചേക്കാം. നമ്മുടെ ബലൂണും അതേപോലെ തന്നെ എഞ്ചിന് സംഭവമൊക്കെ. ലേറ്റ്സ് ഗോ. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് എടുത്തൊന്ന് സെറ്റ് ആക്കിയിട്ടൊന്ന് വെക്കട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് ബലൂൺ എന്തായാലും നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഓക്കെ ബലൂൺ ഞാൻ അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിൻ നമുക്ക് എന്തായാലും ഇതിന്റെ തൊട്ടടുത്തായിട്ട് വെച്ചേക്കാം. ഓക്കെ ഗൈസ് അപ്പൊ അത് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗൈസ് നമ്മുടെ ഫർണസ് ആണ് സെറ്റ് ആക്കാനുള്ളത്. ഫർണസ് നമ്മുടെ റിപ്പയർ സ്റ്റേഷനും. ഓക്കെ അപ്പൊ ഫർണസ് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് വെച്ചേക്കാം. ഓക്കെ ഫർണസ് അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റിപ്പയർ സ്റ്റേഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്കിംഗ് ബോട്ട് വെക്കണം. കുക്കിംഗ് ബോട്ട് നമുക്ക് എന്തായാലും ബലൂണിന്റെ അടുത്തായിട്ട് വെച്ചേക്കാം. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും മാറ്റാം ഗൈസ്. ഓക്കെ ലെറ്റ്സ് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ ഫയർ പിറ്റ് ഇത് നമ്മൾ അവിടെ നിന്ന് എടുത്താണ്ട ഗൈസ്. നമ്മുടെ ബേസിൽ ലൈറ്റ് വെക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റിയറിംഗിന്റെ അടുത്ത് തന്നെ വെച്ചേക്കാം. ഓക്കെ ഗൈസ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഓണാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് ഇത് ഓണാക്കാൻ പറ്റില്ല. നോ ഗൈസ് ഇത് ഓണാക്കാൻ പറ്റേണ്ടതാണ്. പക്ഷെ ഇതെന്താണ് ഇപ്പൊ ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. എനിക്കറിയില്ല ഗൈസ്. അതെന്തായാലും നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നമ്മുടെ ഈ സ്റ്റോറേജിൽ ഒരു ക്രാഫ്റ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ ഇതും കൂടി നമുക്കൊന്ന് വെച്ചേക്കാം ഗൈസ്. ഇത് നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് വെച്ചേക്കാം. ഓക്കെ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഗൈസ് ഈ സ്റ്റോറേജ് സംഭവമൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റണ്ട ഗൈസ്. പക്ഷെ അത് ഇപ്പൊ മാറ്റാൻ നിന്ന് ഇത്തിരി സീനാവുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഞാൻ എന്തായാലും അടുത്ത പാർട്ട് ആവുമ്പോഴേക്കും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി വെക്കട്ടെ ഗൈസ്. ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ ഗൈസ്.